എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെർബാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാല് ഒരു വെർബും അതിന്റെ കൂടെ ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വർബ്, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പറ്റുന്ന രീതിയിൽ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ നോക്കാം. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ് ആണ്. ടു ഡിസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിക്കുക, അല്ലെ? പറ്റിക്കുക, വഞ്ചിക്കുക, കബളിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചീറ്റ് ചെയ്യുക. അപ്പൊ ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസീവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ഫ്രേസൽ വെർബ് എല്ലാം ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് ചെറിയ കണക്ഷൻസ് കൊടുക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ് ആണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനകത്ത് അഡിക്റ്റ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടേക്ക് ടു എന്ന് പറഞ്ഞാൽ കേട്ടോ. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബിക്കം അഡിക്റ്റഡ്. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് വരിക, അല്ലെ? മിസ്റ്റേക്ക്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് ടേക്ക് ഫോർ. അടുത്തത് ടേക്ക് ആഫ്റ്റർ. നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ടേക്ക് ആഫ്റ്റർ. എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റെസംബിൾ ആണ്. അതായത് റെസംബ്ലൻസ്, അച്ഛനെ പോലെയോ അമ്മയോ പോലെയൊക്കെ സാദൃശ്യമുള്ള എന്ന മീനിങ് ആണ് ടേക്ക് ആഫ്റ്റർ. ഓക്കെ, ഇത്ര ഒന്നുകൂടെ നോക്കാം. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാല് ടു ഡിസീവ് ആണ്. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കം അഡിക്റ്റഡ് ആണ്. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ടു മിസ്റ്റേക്ക് ആണ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റെസംബിൾ. ഇനി അടുത്ത് നോക്കിയേ, ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാല് ലുക്ക് ആഫ്റ്റർ. ഓക്കെ, ലുക്ക് ആഫ്റ്റർ. നമ്മൾ പറയാറില്ലേ ടേക്ക് കെയർ ഓഫ് യുവർ പാരന്റ്സ് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ് എന്നൊക്കെ പറയും, അല്ലെ? അതേപോലെ കേട്ടോ. ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ. ടേക്ക് ഡൗൺ യുവർ നോട്ട്സ്, അല്ലെ? റൈറ്റ് ഡൗൺ യുവർ നോട്ട്സ്. അപ്പൊ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ ആണ്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുക കേട്ടോ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡർ ചെയ്യുക. ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് കൺട്രോൾ ഓഫ്. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്. ഇനി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യുക, ഡിപ്പാർട്ട് ചെയ്യുക, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്തെന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അതേപോലെ ടേക്ക് ഓഫിന്റെ ഒരു ഫിലിം ഇല്ലേ, അങ്ങനെ തന്നെ ഓർക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെറിയ കണക്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇത് കുറച്ച് തലക്കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ടേക്കും ഇന്നും അല്ലെങ്കിൽ ടേക്ക് ടു അങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവുക. അപ്പൊ തുടങ്ങാണ്. ടേക്ക് ഇൻ. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ, ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എടുക്കുക, അല്ലെ? ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്. അകത്തേക്ക് എടുത്തു. ഇപ്പൊ ഒരാളെ നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അയാൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പറ്റിച്ചു അല്ലെങ്കിൽ നമ്മൾ കബളിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ടേക്ക് ഇൻ, എടുത്തു. ഇൻ, അകത്തേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? പറ്റിച്ചു അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു, അല്ലെ? ഇപ്പൊ ടു ഡിസീവ് ആണ് ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ്. നെക്സ്റ്റ് നോക്കിയേ, ടേക്ക് ടു. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ് ആണ്. ഓക്കെ, ബിക്കം അഡിക്റ്റഡ്. അപ്പോ ഞാൻ ജസ്റ്റ് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന ചെറിയ കണക്ഷൻസ് ആണ്. ടേക്ക് ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടു ആയിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ടേക്ക് എടുത്തു, അല്ലെ? എന്തെടുത്തു? 2 ഗ്ലാസ് മദ്യം കുടിച്ചു എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഓക്കെ, 2, അതാണ് നമ്മുടെ ടു. അപ്പൊ ടേക്ക് ടു എന്ന് പറയുമ്പോൾ 2 ഗ്ലാസ് ടേക്ക് ചെയ്തു. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ അർത്ഥം? ബിക്കം അഡിക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഓർക്കാം, അല്ലെ? 2 ഗ്ലാസ് ഒക്കെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? ബിക്കം അഡിക്റ്റഡ്. വാട്ട് ഇസ് ഇറ്റ്? ബിക്കം അഡിക്റ്റഡ്. ഇനി അടുത്ത് നോക്കിയേ, ടേക്ക് ഫോർ ആണ്. അപ്പൊ 2 ഗ്ലാസ് കുടിച്ചപ്പോ അഡിക്റ്റഡ് ആയല്ലേ? ഇനി 4 ഗ്ലാസ് ആണെങ്കിലോ? ടേക്ക് ഫോർ. ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 ആയിട്ട് കണക്ട് ചെയ്യാം. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വരുത്തുക അല്ലെങ്കിൽ മാറിപ്പോവാ, മിസ്റ്റേക്ക് വരുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടേക്ക് ഫോർ. 4 ഗ്ലാസ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം തെറ്റിപ്പോവും അല്ലെങ്കിൽ മാറിപ്പോവും, മിസ്റ്റേക്ക് വരും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഓക്കെ, പഠിക്കുന്നുണ്ടല്ലോ. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ്. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ്. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു മിസ്റ്റേക്ക്, ടു മിസ്റ്റേക്ക്. ടേക്ക് ആഫ്റ്റർ, അതെല്ലാവരും പഠിച്ചേക്കുക. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റെസംബ്ലൻസ്, അച്ഛനെ പോലെയോ അമ്മയെ പോലെയൊക്കെ സാദൃശ്യമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ടേക്ക് ആഫ്റ്റർ. അടുത്തത് ടേക്ക് കെയർ ഓഫ്. നമ്മൾ പറഞ്ഞു ലുക്ക് ആഫ്റ്റർ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടേക്ക് ആഫ്റ്ററും ഉണ്ട് ലുക്ക് ആഫ്റ്ററും ഉണ്ട്.
ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റെസംബ്ലൻസ് ആണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഇത് തമ്മിൽ മാറിപ്പോരുത്. ഈ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ. ടേക്ക് ഡൗൺ യുവർ നോട്ട്സ് അല്ലെ, റൈറ്റ് ഡൗൺ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ. ഓക്കെ, ടേക്ക് ഇൻ ടു അക്കൗണ്ട്, ഒന്ന് കൺസിഡർ ചെയ്യൂ അല്ലെ, നമ്മൾ പറയുന്നത് കൺസിഡർ ചെയ്യൂ. അതാണ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാലോ, ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്. ഓക്കെ, ടേക്ക് ഓവർ. ഓവർ ആയിട്ട് നമ്മൾ ഒരാളുടെ സാധനം എടുത്തു എന്ന് വിചാരിച്ചോ, ടേക്ക് ചെയ്തു എന്ന് വിചാരിച്ചോ. എപ്പോഴും ഒരാളുടെ സാധനം തന്നെ നമ്മൾ ഓവർ ആയിട്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം അത് നമ്മുടെ കൺട്രോളിലായി എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്, ടേക്ക് കൺട്രോൾ ഓഫ്. ഇനി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പാർട്ട് ചെയ്യുക കേട്ടോ. ടേക്ക് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഫ്ലൈറ്റിന്റെ കേസ് ആണെങ്കിലും അല്ല, ടേക്ക് ഓഫ് ചെയ്തു അല്ലെ, അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തു അല്ലെങ്കിൽ ലീവ് ചെയ്തു. ഇത്ര എല്ലാവരും പഠിച്ചോ? ഓക്കെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡിസീവ് ചെയ്യുക. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കം അഡിക്റ്റഡ്. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ടു മിസ്റ്റേക്ക് ആണ്. ടേക്ക് ആഫ്റ്റർ എന്താ? ടേക്ക് ആഫ്റ്റർ റെസംബ്ലൻസ് അല്ലെ. ഇനി ടേക്ക് കെയർ ഓഫ്, ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ. പിന്നെ ടേക്ക് ഡൗൺ, റൈറ്റ് ഡൗൺ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്താണ്? കൺസിഡർ. ടേക്ക് ഓവർ, ഓവർ ആയിട്ട് ടേക്ക് ചെയ്തു അല്ലെ, അപ്പൊ ടേക്ക് കൺട്രോൾ ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലീവ് ചെയ്യാം, ഡിപ്പാർട്ട് ചെയ്യാം. എല്ലാവരും ഇത്രയും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ, എല്ലാവരും ആൻസർ പറയാം കേട്ടോ. ആഫ്റ്റർ ദി സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഡാഷ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആഫ്റ്റർ ദി സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഡാഷ്. ഫ്ലൈറ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞേ? ഫ്ലൈറ്റ് ഒക്കെ അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ് ഏതാ? ടേക്ക് ഓഫ് അല്ലെ. ടേക്ക് ഓഫ് അല്ലെങ്കിൽ ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. അപ്പൊ എപ്പോഴും ടേക്ക് തന്നെ വരണം എന്നില്ല കേട്ടോ, വേണമെങ്കിൽ ടുക്ക് വരാം. അപ്പൊ ടുക്ക് ഓഫ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട് ചെയ്യുക അല്ലെ. ഇനി ടേക്ക് ടു അല്ലെങ്കിൽ ടുക്ക് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് റീകളക്ട് ചെയ്തേ. എന്താണ് ടുക്ക് ടു എന്ന് പറഞ്ഞാല്? ബിക്കം അഡിക്റ്റഡ് ആണ്. 2 ഗ്ലാസ് കുടിച്ചപ്പോ അഡിക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ ഓർക്കാം. ടുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റെസംബ്ലൻസ് അല്ലെ. ടുക്ക് ഡൗൺ അല്ലെങ്കിൽ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ഹിസ് അക്കാഡമിക് പെർഫോമൻസ് ഷുഡ് ബി ഡാഷ്. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹിസ് അക്കാഡമിക് പെർഫോമൻസ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ടേക്കൺ ആണ് കേട്ടോ, ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആണ് അല്ലെ. അവന്റെ അക്കാഡമിക് പെർഫോമൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ. ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ് അല്ലെ, ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത് നോക്കാം. ഹി ടേക്സ് ഡാഷ് ഹിസ് ഫാദർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹി ടേക്സ് ഡാഷ് ഹിസ് ഫാദർ. ഹി ടേക്സ് ആഫ്റ്റർ അല്ലെ. നമ്മൾ പറഞ്ഞു ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റെസംബ്ലൻസ്. റെസംബ്ലൻസ് എന്നുള്ളതാണ് അച്ഛനെ പോലെ സാദൃശ്യമുള്ള. ഇനി ഇതും എക്സാമിന് ചോദിച്ചതാണ്. ഹി റെസംബിൾസ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ അല്ലെ, റെസംബ്ലൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസിൽ വെർബ് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ്, ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ്, ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു മിസ്റ്റേക്ക്, ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റെസംബ്ലൻസ്, ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ, പിന്നെ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ, ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് അല്ലെങ്കിൽ ഡിപ്പാർച്ചർ. ഓക്കെ, എല്ലാവരും പഠിച്ചു, എന്റെ കൂടെ തന്നെ പഠിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസിൽ വെർബാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, ലുക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക അല്ലെ. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക്. അപ്പൊ ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ഒരു വേർഡ് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഡയറക്ടറിയിലോ സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലുക്ക് അപ്പ് എന്ന് പറയാ കേട്ടോ. ലുക്ക് അപ്പ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആലോചിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുക്ക് അപ്പ് മുകളിലേക്ക് നോക്കുകയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വേർഡ്സോ ഒക്കെ സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിലേക്ക് ആയിരിക്കും നോക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിക്ഷണറിയും ഡയറക്ടറിയും ഒക്കെ നമ്മൾ വല്ല അലമാരയുടെ മുകളിലൊക്കെ കയറ്റി വെച്ചു എന്ന് ഓർക്കാം. അപ്പൊ അത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലുക്ക് അപ്പാണ്. ഈ ഡിക്ഷണറിയും ഡയറക്ടറി ഒക്കെ അപ്പിലാണ്, അലമാരയുടെ മുകളിലാണെന്ന് ഓർക്കാം. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാണ്. അപ്പൊ ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ഈ അടുത്ത് നോക്കിയേ ലുക്ക് ഫോർ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ്
ഓക്കെ, മെയിൻ ആയിട്ട് മിസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതായിരിക്കും. അതാണ് ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ലുക്ക് ഫോർ, ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാലും സെർച്ച് ആണ്, ലുക്ക് ഫോർ എന്ന് പറഞ്ഞാലും സെർച്ച് ആണ്. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിയിലോ ഡിക്ഷണറിയിലോ ഏതെങ്കിലും ഒരു വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് ലുക്ക് അപ്പ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ട് നമ്മൾ സെർച്ച് ചെയ്യില്ലേ, അതിനെയാണ് ലുക്ക് ഫോർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലുക്ക് ആഫ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ്, ചെറിയൊരു വിസിറ്റ് നടത്തുന്നതിനെയാണ് ലുക്ക് ഇൻ എന്ന് പറയാ കേട്ടോ. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ലുക്ക് ഫോർവേഡ് ടു, ലുക്ക് ഫോർവേഡ് ടു അല്ലെ, നമ്മൾ ഫോർവേഡിലേക്ക് നോക്കുകയാണ്, അതായത് വി ആർ എക്സ്പെക്ടിങ് സംതിങ്. അപ്പൊ എക്സ്പെക്ട് ആണ്, എക്സ്പെക്ട് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യാണ്. ലുക്ക് ഡൗൺ അപ്പോൺ, ഇപ്പൊ ഒരാള് നമ്മള് ഡൗൺ നോക്കുക, അതായത് തരം താഴ്ത്തി കാണുക അല്ലെ. ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ് ആണ്. ഓക്കെ, പുച്ഛിച്ച് നോക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ലുക്ക് ഡൗൺ, ഒരാളെ ഡൗൺ ആയിട്ട് നോക്കുക അല്ലെ. ആ ഒരു ഇതിൽ തന്നെ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്, അയാളെ പുച്ഛിച്ച് കാണുക അല്ലെങ്കിൽ ചെറുതാക്കി കാണുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ. ഒന്നും കൂടെ നോക്കാം. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ്. ഓക്കെ, പിന്നെ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ലുക്ക് ഫോർവേഡ് ടു എന്താ, എക്സ്പെക്ട് ചെയ്യാണ്, വി ആർ എക്സ്പെക്ടിങ് സംതിങ്. ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ മീൻസ് വാട്ട്, ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ് ആണ്. ഓക്കെ, പഠിച്ചോ? അപ്പൊ ലുക്കപ്പ് എന്താ, വേഗം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ലുക്കപ്പ് എന്താണ്? നമ്മൾ അപ്പിലേക്ക് നോക്കുകയാണ്, മുകളിലേക്ക് നോക്കുകയാണ്, മുകളിലാണ് നമ്മുടെ അലമാരയുടെ മുകളിലാണ് നമ്മുടെ ഡിക്ഷണറിയും ഡയറക്ടറിയും. ഓക്കെ, സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. പ്ലീസ് ലുക്ക് ഡാഷ് മൈ ഫാദർ ടിൽ ഐ കം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. പ്ലീസ് ലുക്ക് ഡാഷ് മൈ ഫാദർ ടിൽ ഐ കം. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഞാൻ വരുന്ന വരെ എന്റെ അച്ഛനെ നോക്കുക അല്ലെ. അപ്പൊ ലുക്ക് ആഫ്റ്റർ. ഓക്കെ, പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ഫാദർ ടിൽ ഐ കം. ഞാൻ വരുന്ന വരെ എന്റെ അച്ഛനെ ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി പ്ലീസ് ലുക്ക് ഡാഷ് ദിസ് വേർഡ് ഇൻ ദി ഡിക്ഷണറി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിക്ഷണറിയിലും അതേപോലെ തന്നെ ഡയറക്ടറിയിലും ഒക്കെ നോക്കുക, സെർച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ലുക്ക്. വേഗം പറഞ്ഞോളൂ. ലുക്ക്, യെസ്, അപ്പാണ് അല്ലെ. നമ്മുടെ ഡിക്ഷണറിയും ഡയറക്ടറി ഒക്കെ മുകളിലാണ്, അപ്പൊ ലുക്ക് അപ്പാണ്. പ്ലീസ് ലുക്ക് അപ്പ് ദിസ് വേർഡ് ഇൻ ദി ഡിക്ഷണറി. ദ ബുക്ക് യു ആർ ലുക്കിംഗ് ഡാഷ് ഇസ് ഹിയർ. ഓക്കെ, ബുക്കാണ്. ഇപ്പൊ ബുക്ക് എന്ന് പറയുമ്പോൾ ഡിക്ഷണറി ഡയറക്ടറിയിലൊക്കെ ഒരു വേർഡ് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ലുക്കപ്പ് പറയാ. അല്ലാതെ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ലുക്ക് ഫോർ ആണ് അല്ലെ. ദ ബുക്ക് യു ആർ ലുക്കിംഗ് ഫോർ ഇസ് ഹിയർ. ഓക്കെ, ദ ബുക്ക് യു ആർ ലുക്കിംഗ് ഫോർ ഇസ് ഹിയർ. അടുത്തത്, ഹൂസ് ഗോയിങ് ടു ലുക്ക് ഡാഷ് ദി ബേബി ടുമാറോ. നാളെ ആരാ കുട്ടീനെ നോക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഏതാ വരണ്ടേ? ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ ഓഫ് അല്ലെ. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? റെസംബ്ലൻസ്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോണേ. പിന്നെ ലുക്ക് മീ ഡാഷ് വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ. ലുക്ക് മീ ഡാഷ് വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ. ഇന്ത്യയിലേക്ക് അടുത്ത വർഷം വരുമ്പോ എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണം അല്ലെ. ലുക്കിൻ കിട്ടുന്നുണ്ടോ? ലുക്കിൻ. ലുക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് എ ഷോർട്ട് വിസിറ്റ് അല്ലെ. ഒന്നുകൂടെ നോക്കിയേ, ലുക്കിൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ് അല്ലെങ്കിൽ ലോസ്റ്റ് തിങ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഫോർവേഡ് ടു എന്താണ്? എക്സ്പെക്ട് ചെയ്യാം. ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ്. ഓക്കെ, കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണോ? അപ്പൊ ഇത് പഠിച്ചേക്കുക കേട്ടോ. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ഷോർട്ട് വിസിറ്റ്. ഓക്കെ, മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ഇനി രാജുസ് ഫാദർ ഇസ് ഇൻ അമേരിക്ക. ഹി ഈസ് ഡാഷ് ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് ഇയർ. ഓക്കെ, രാജുവിന്റെ ഫാദർ എവിടെയാണ്? അമേരിക്കയിലാണ്. ഹി ഈസ് ഡാഷ് ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവന്റെ അച്ഛൻ വരുമെന്ന് എന്താ ചെയ്യുന്നത്? എക്സ്പെക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ? ലുക്കിംഗ് ഫോർവേഡ് ടു അല്ലെ. ലുക്കിംഗ് ഫോർവേഡ് ടു. ഇപ്പൊ ഹി ഈസ് ലുക്കിംഗ് ഫോർ ഫാദേഴ്സ് നെക്സ്റ്റ് ഇയർ അല്ലെ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. മെനി പീപ്പിൾ ഡാഷ് ദി പുവർ. മെനി പീപ്പിൾ ഡാഷ് ദി പുവർ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? മെനി പീപ്പിൾ ഡാഷ് ദി പുവർ. എങ്ങനെയായിരിക്കും നോക്കുന്നേ? ട്രീറ്റ് വിത്ത്
കണ്ടംപ്റ്റ് അല്ലെ, പുച്ഛിച്ച് കാണുക അല്ലെങ്കിൽ തരം താഴ്ത്തി കാണുക. അപ്പൊ എങ്ങനെയായിരിക്കും, ഒരു തരം താഴ്ത്തൽ എന്നുള്ള രീതിയിൽ ഡൗൺ എന്നുള്ള വേർഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, ലുക്ക് ഡൗൺ ഓൺ ആണ്. മെനി പീപ്പിൾ ലുക്ക് ഡൗൺ ഓൺ ദി പുവർ ആണ് ആൻസർ ആയിട്ട് വരും. ഇത്രയും സെറ്റ് ആണോ? നമുക്ക് സ്പീഡ് ഒന്നും കൂടെ നോക്കാം. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രേസൽ വെർബ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിനോണിംസ് ഒക്കെ പറയുന്ന പോലെയല്ല, കുറച്ചും കൂടെ അല്ലെ, 2 വേർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഒറ്റ സ്ട്രെച്ചിന് എല്ലാ ഫ്രേസൽ വെർബ് ഇരുന്ന് നോക്കണേക്കാളും ഒരു ദിവസം ഒരു 3 ഫ്രേസൽ വെർബോ അങ്ങനെയായിട്ട് പഠിച്ചു പോവാം. അപ്പൊ ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ് അല്ലെങ്കിൽ ലോസ്റ്റ് തിങ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, മേക്ക് എ ഷോർട്ട് വിസിറ്റ്. പിന്നെ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാണ്. ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ്. ഓക്കെ, ഇത്രയും സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഫ്രേസൽ വെർബ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കം വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കം എക്രോസ് ആണ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ബൈ ചാൻസ് ആണ്. നമ്മൾ ആക്സിഡന്റലി ഒരാളെ കണ്ടുമുട്ടുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് കം എക്രോസ് എന്ന് പറയുക കേട്ടോ. കം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, ടു മീറ്റ് ബൈ ചാൻസ്, ഒരു ചാൻസ് കാരണം അല്ലെങ്കിൽ ആക്സിഡന്റലി ഒരാളെ മീറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം. കം എന്ന് പറഞ്ഞാൽ വരിക അല്ലെ, വന്നിട്ട് ക്രോസ് ചെയ്യുമെന്ന് ഓർക്കാം. നമ്മുടെ റോഡൊക്കെ ഉണ്ടെങ്കിൽ റോഡൊക്കെ ക്രോസ് ചെയ്യാണ് കേട്ടോ. വന്നിട്ട് റോഡ് ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ക്രോസ് ചെയ്തു. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടൊക്കെ കാണും അല്ലെ. അപ്പൊ അതേപോലെ ഓർത്ത് വെക്കാം. കം എക്രോസ് എന്ന് പറയുമ്പോൾ കം വന്നിട്ട് ക്രോസ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി, ടു മീറ്റ് ബൈ ചാൻസ് ആണ്. ഓക്കെ, മീറ്റ് ബൈ ചാൻസ്. ഇനി കം അപ്പ് അല്ലെ, കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ടു ബിഗിൻ ടു ഗ്രോ ആണ്. ഗ്രോ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് കം അപ്പ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, അപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയായിരിക്കും. ഇനി കം അപ്പ് ടു, അപ്പൊ കം അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യാം. കം അപ്പ് ടു എന്ന് പറഞ്ഞാൽ എന്താ, അതുവരെ അല്ലെ. അപ്പൊ റീച്ച് ചെയ്യുക, ടു ബി ഈക്വൽ, റീച്ച് ചെയ്യുക, അതിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുക എന്നുള്ളൊരു മീനിങ് ആണ് കം അപ്പ് ടു. കം ഡൗൺ, കം ഡൗൺ താഴത്തേക്ക് വരികയാണ് അല്ലെ, അതായത് കൊളാപ്സ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ, കൊളാപ്സ് ചെയ്യാതെ തകർന്നു പോവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഡൗൺ എന്ന് പറഞ്ഞാൽ. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, കൊളാപ്സ് ചെയ്യുക, കൊളാപ്സ് ചെയ്യുക. ഇനി അടുത്ത് കം എബൌട്ട് ആണ്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ് കേട്ടോ, ഹാപ്പൻ. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാപ്പൻ എന്നുള്ളൊരു മീനിങ്. നമുക്ക് ആലോചിക്കാനായിട്ട് ഇപ്പൊ കം എന്ന് പറഞ്ഞാൽ വന്നു അല്ലെ, ഒരു ബോട്ടിൽ വന്നു എന്ന് ഓർക്കാം. കം എബൌട്ട് എന്ന് പറയുമ്പോൾ ഒരു ബോട്ട് ആലോചിക്കുക കേട്ടോ, ഒരു ബോട്ടിൽ വന്നു. അപ്പൊ ചിലപ്പോൾ ബോട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആക്സിഡന്റ്സ് ഒക്കെ സംഭവിക്കണായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ, എങ്ങനെ ഹാപ്പൻ ചെയ്തു അല്ലെ, ബോട്ടിൽ വന്നപ്പോ എങ്ങനെ ഹാപ്പൻ ചെയ്തു. അപ്പൊ കം എബൌട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബോട്ടായിട്ട് കണക്ട് ചെയ്യാം. ഇറ്റ് മീൻസ് വാട്ട്, ഹാപ്പൻ, ഹാപ്പൻ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. എന്റെ കൂടെ തന്നെ എല്ലാവരും പഠിച്ചു പോവാ. കം എക്രോസ്, കം എക്രോസ് എന്ന് പറയുമ്പോ വന്നിട്ട് ക്രോസ് ചെയ്യുമ്പോ ടു മീറ്റ് ബൈ ചാൻസ് അല്ലെ. പിന്നെ കം അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു ഗ്രോ ആണ്. കം അപ്പ് ടു എന്ന് പറഞ്ഞാൽ റീച്ച് ചെയ്യുക, ടു ബി ഈക്വൽ, അതുവരെ. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, താഴത്തേക്ക് എന്താ പറയാ, കൊളാപ്സ് ചെയ്യുക, തകർന്നു പോവുക അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ അല്ലെ, മെന്റലി ആകെ തളർന്നു പോവുക, തകർന്നു പോവുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക, എങ്ങനെ അത് സംഭവിച്ചു അല്ലെ, ഹാപ്പൻ ആണ് കം എബൌട്ട് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. കം ഓഫ്, കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. ഓക്കെ, സക്സസ്ഫുൾ ആവുക, നമ്മൾ വിജയിക്കുക, സക്സസ്ഫുൾ ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഓഫ് എന്ന് പറഞ്ഞാൽ കേട്ടോ. കം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ബി സക്സസ്ഫുൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ. ഒരു ഓഫ് ഒക്കെ വന്നു കഴിയുമ്പോ എന്ന് വെച്ചാൽ കം അല്ലെ. അപ്പൊ കം ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് ഒക്കെ കം ചെയ്ത് കഴിയുമ്പോ, വന്നു കഴിയുമ്പോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സക്സസ്ഫുൾ ആവുമെന്ന് ഓർക്കാം അല്ലെ. നമുക്ക് ഒരുപാട് സമയം കിട്ടുകയാണ്, നമ്മളിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ എന്താ പറയാ, ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ധാരാളം സമയമൊക്കെ എടുത്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ കം ഓഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടു ബി സക്സസ്ഫുൾ, ടു ബി സക്സസ്ഫുൾ. ഇനി കം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് വരികയാണ് അല്ലെ. പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓദർ എന്നുള്ള രീതിയിൽ
അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം പുറത്തേക്ക് വരികയാണ്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അല്ലെ. അപ്പൊ ബി പബ്ലിഷ് അല്ലെങ്കിൽ എല്ലാവരും അറിയാണ്, ബിക്കം നോൺ അല്ലെങ്കിൽ ടു ബി ഫേമസ് എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഔട്ട്. പുറത്തേക്ക് വരാണ്, എല്ലാവരും അറിഞ്ഞു അല്ലെ. ബിക്കം ഫേമസ് അല്ലെങ്കിൽ ബിക്കം നോൺ അല്ലെങ്കിൽ ടു അപ്പിയർ എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഫ്രേസൽ വെർബിന്റെ മീനിങ് ആയിട്ട് വരിക. അപ്പൊ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നിൽ കൂടുതൽ മീനിങ്ങുകൾ വരും കേട്ടോ. അപ്പൊ അതിലത്തെ PSC പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഓരോ മീനിങ്സ് എടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കാം, കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുക അല്ലെ. കം അപ്പ് വിത്ത് ആൻ ഐഡിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കം അപ്പ് വിത്ത്. ഓക്കെ, മീൻസ് വാട്ട്? ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുക. കം റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ. ഓക്കെ, വീണ്ടും ഇപ്പോ എന്താ പറയാ, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും കോൺഷ്യസ്നെസ് വരിക, അതിനെയാണ് നമ്മൾ എന്താ പറയാ, കം റൗണ്ട് എന്ന് പറയാ അല്ലെ. റൗണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും തിരിച്ച് കിട്ടുക അല്ലെ, വീണ്ടും കോൺഷ്യസിലേക്ക് അല്ലെങ്കിൽ വീണ്ടും അബോധാവസ്ഥ മാറിയിട്ട് തിരിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് കം റൗണ്ട് കേട്ടോ. കം റൗണ്ട്, തിരിച്ച് എത്തുക, കോൺഷ്യസ് ആവുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്തൊക്കെയാ പഠിച്ചേ? കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ബൈ ചാൻസ് ആണ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു ഗ്രോ ആണ്. കം അപ്പ് ടു, അതുവരെ അല്ലെ, അപ്പൊ റീച്ച് ചെയ്യുക, ടു ബി ഈക്വൽ. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. കം ഔട്ട് എന്ന് പറഞ്ഞാൽ ബി പബ്ലിഷ്, ബിക്കം നോൺ അല്ലെങ്കിൽ ടു അപ്പിയർ. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ. കം റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ. ഓക്കെ, ഇത്ര എല്ലാവർക്കും സെറ്റ് ആണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് ദീസ് തിങ്സ് ഡാഷ്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഹാപ്പൻ ആണ്. അപ്പൊ ഹാപ്പൻ എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? പറയാവോ? നമ്മൾ പറഞ്ഞില്ലേ ഹാപ്പൻ എന്ന് പറയുമ്പോൾ ബോട്ടിൽ വന്നപ്പോ എങ്ങനെ ഹാപ്പൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ കം എബൌട്ട് ആണ് അല്ലെ. ഹൗ ഡിഡ് ദീസ് തിങ്സ് കം എബൌട്ട്? ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, കം എബൌട്ട്. കം അക്രോസ് എന്തായിരുന്നു? എല്ലാവരും ആലോചിച്ച് നോക്കിയേ. കം അക്രോസ് നമ്മള് ക്രോസ് ചെയ്തപ്പോ അല്ലെ, എന്താ, മീറ്റ് ബൈ ചാൻസ് ആണ് അല്ലെ, കം അക്രോസ്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫേമസ് ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഔട്ട് വരിക. I have never come dash anyone quite like her before. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? I have never come dash anyone quite like her before. Okay, ആൻസർ come across anyone അല്ലെ. come across anyone quite like her. ആക്സിഡന്റലി ഞാൻ ഇതേപോലെ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആക്സിഡന്റലി ഞാൻ അവളെ മീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്തു, മീറ്റ് ബൈ ചാൻസ് ആണ് അല്ലെ. ഇനി അടുത്ത് നോക്കാം. The experiment of bullet train in India is unlikely to dash. Experiment of bullet train in India is unlikely to dash. Succeed ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ഏതാ പറയാ? സക്സീഡ് ചെയ്യുക, സക്സസ്ഫുൾ ആവുക. ഏതാണ്? സക്സസ്ഫുൾ ആവുക, വിജയിക്കുക എന്നുള്ള രീതിയിൽ കം ഓഫ് അല്ലെ. കം ഓഫ് എന്ന് പറഞ്ഞാല് വിജയിക്കുക. കം ഓഫ്, ഒരു ഓഫ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞു. കം റൗണ്ട് എന്ന് പറഞ്ഞാല് ബിക്കം കോൺഷ്യസ് അഗെയിൻ ആണ് അല്ലെ. പിന്നെ ഇവിടെ ഇസ് ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്, കം ഓഫ് ആണ് നമ്മുടെ ആൻസർ. എക്സ്പെരിമെന്റ് ഓഫ് ബുള്ളറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ഇസ് അൺലൈക്ലി ടു കം ഓഫ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കം വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാനുള്ളത്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ബൈ ചാൻസ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു ഗ്രോ. കം അപ് ടു എന്ന് പറഞ്ഞാൽ റീച്ച് ചെയ്യുക, ടു ബി ഈക്വൽ. കം ഡൗൺ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻ അല്ലെ. കം ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. കം ഔട്ട് എന്ന് പറഞ്ഞാൽ ബി പബ്ലിഷ്, ബിക്കം നോൺ, ടു അപ്പിയർ. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ. കം റൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ. അതേപോലെ തന്നെ മറ്റും കൂടെ പറഞ്ഞേക്കാം. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എ വേർഡ് ഇൻ ഡിക്ഷണറി അല്ലെങ്കിൽ ഡയറക്ടറി. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ് അല്ലെങ്കിൽ ലോസ്റ്റ് തിങ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ്. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുക. ലുക്ക് ഡൗൺ അപ്പോൺ അല്ലെങ്കിൽ ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടേക്ക് ഇൻ ആണ്. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡിസീവ് ചെയ്യുക അല്ലെ, അകത്തേക്ക് ടേക്ക് ചെയ്തിട്ട് ഡിസീവ് ചെയ്യുക, പറ്റിച്ചു. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ്. ടേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു മിസ്റ്റേക്ക്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ. ടേക്ക് കെയർ ഓഫ് എന്താണ്? ലുക്ക് ആഫ്റ്റർ. ടേക്ക് ഡൗൺ, റൈറ്റ് ഡൗൺ.
ടേക്ക് ഇൻ ടു അക്കൗണ്ട്, കൺസിഡർ, ടേക്ക് ഓവർ, ടേക്ക് കൺട്രോൾ ഓഫ്, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാല് ലീവ് ആണ്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? ലുക്ക് അപ്പ്. ഓക്കെ, അപ്പൊ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് മെമ്മറിയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ നോക്കുക കേട്ടോ. ഇതിന്റെ PDF നോട്ട്സും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. PK ലേണിംഗ്സിന്റെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്സ് ഒക്കെ വായിച്ച് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് സെറ്റ് ആക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു വീഡിയോയും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.